ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബർഫിയുടെ റെസിപ്പി കണ്ടാലോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നിനാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിഡിലായിട്ടുള്ളൊരു ബർഫിയുടെ റെസിപ്പി ആയിട്ട് റവ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സിമ്പിൾ റെസിപ്പിയാണ്, ഒരുപാട് സമയം ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബർഫി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം കേട്ടോ. ഇതുപോലൊരു പരന്നൊരു പാത്രം തന്നെ എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പം ഇതിൽ പകുതി ഭാഗത്തോട്ട് മാത്രമായിട്ട് ആക്കി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഗീ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വെർമിസെല്ലി സേമിയയില്ലേ, അതാട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്തതുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി വറുക്കാത്ത സേമിയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ സേമിയ എടുക്കുന്ന സമയത്ത് തടി കൂടുതലുള്ള സേമിയ എടുക്കണ്ട കേട്ടോ. ചെറിയ നമ്മൾ നെയ്സായിട്ടുണ്ടാകുന്ന സേമിയ ഉണ്ടാവുമല്ലോ, നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സേമിയ കേട്ടോ വേണ്ടുന്നത്. അപ്പോൾ ഇനി വലിപ്പമുള്ള സേമിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കളറായി കഴിഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് കളറങ്ങ് മാറ്റിയെടുക്കണ്ട. അത് പെട്ടെന്ന് തന്നെ ഈ ഒരു കളറായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു കളറായപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് 1 കപ്പോളം റവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ റവയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. റവയുടെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് റവ നന്നായിട്ട് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ റവ നമ്മൾ നന്നായിട്ട് വറുത്ത് നല്ല കളറൊക്കെ അങ്ങ് മാറി നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ മാത്രമേ നല്ലൊരു മധുരമൊക്കെ നമുക്കിതിന് കിട്ടുമേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബർഫിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പം നമ്മൾ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത് മഞ്ഞൾ ചേർക്കുന്നത് കേട്ടോ. ഫുഡ് കളറൊന്നും യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2 ഏലക്കായ ഒന്നിക്ക് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് കൂടെ തന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ സാധാ പാലാട്ടോ, തേങ്ങാപ്പാലൊന്നുമല്ല, പശുവും പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതൊന്ന് കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കുറുകി തുടങ്ങിയിട്ടുള്ള ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗീയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് 1 ടീസ്പൂണോളം ഗീയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുക. ഈ ഒരു പരുവത്തിലായിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ നീരൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ആക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മളിത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുക. സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് അങ്ങ് ഇതുപോലെ ഇങ്ങനെ സെറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നമ്മൾ വെർമിസെല്ലി സേമിയയില്ലേ, അപ്പോൾ അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് അങ്ങ് പിടിച്ചോളും. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതിയേ. ആ ഒരു സമയം കൊണ്ട് നന്നായിട്ടിത് സെറ്റായിട്ട് കിട്ടിക്കോളും. നമ്മൾ വെർമിസെല്ലി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിൽ തന്നെ അങ്ങ് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ഈ റവയൊക്കെ സെറ്റാക്കിയിട്ടില്ല, ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി കേട്ടോ. അത് അതിലേക്ക് അങ്ങ് ഒട്ടിപ്പിടിച്ച് നിന്നോളും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതിനൊന്ന് സുന്ദരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെക്ക് കുറച്ച് മുന്തിരി ഉണ്ടല്ലോ, അതോ അണ്ടിപ്പരിപ്പോ വറുത്തിട്ട് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ബ്ലാക്ക് മുന്തിരിയാട്ടോ വെച്ച് കൊടുക്കുന്നത്. അതും ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് സെറ്റായിട്ട് കിട്ടുമേ. ആ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ബർഫി നല്ല കിഡിലിനായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാണ്ട് പറ്റുന്ന നല്ല കിഡിലിനായിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിന് മുകളിൽ നമ്മൾ ഈ ഒരു സേമിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല കറുമുറാന്നുണ്ട്. ആ മുകൾ ഭാഗത്ത് നമ്മൾ ഈ
നിന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.